റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരത്തെ INTUC ഓട്ടോ തൊഴിലാളികൾ PWD ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീലേശ്വരം നഗരപരിധിയിലെ ഇടത്തോട് നീലേശ്വരം റോഡ്, തോട്ടം തൈക്കടപ്പുറം ബോട്ട് ജെട്ടി റോഡ്, കോട്ടപ്പുറം കടിഞ്ഞിമുള്ള റോഡ്, നീലേശ്വരം ഹൈവേ റോഡ് എന്നിവയുടെ ശോചനീയാവസ്ഥ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC നീലേശ്വരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാച്ചേരിയിലെ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. INTUC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അത് വലിയ അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാരാണ് വേഗ പരിശോധനയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളുകൾ പരിശോധനയുടെ വർക്ക് നടത്തുന്നതിന്റെ ഫലമായിട്ട് ഈ സൈഡിലേപ്പടി ആളുകൾക്കില്ലാത്ത വലിയ പ്രയാസങ്ങളുണ്ട്. മണിക്കൂറുകളോളം ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുകയാണ്. നീലേശ്വരത്ത് ബസ്സിന് വരുന്ന ആളുകളെ നമുക്കറിയാം. ഇവിടെ മണിക്കൂറുകളോളം ഇവിടെ ബസ്സിന് സാഹചര്യമുണ്ട്. ചടങ്ങിൽ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും നീലേശ്വരം ഡിവിഷൻ പ്രസിഡന്റുമായ C വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയന്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൊട്ര സുധാകരൻ, ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ രാജേഷ് ഓർച്ച, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് മാടായി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശശി പാലിച്ചോൻ, ബാലകൃഷ്ണൻ പടിഞ്ഞാറ്റുംകുഴുവിൽ, ഹരിദാസ് ചിറപ്പുറം, ചന്ദ്രൻ വട്ടപ്പൊയിൽ, ബിനുവാർ തോട്ടം, പ്രഭാകരൻ മാടായി, സജീവൻ തോട്ടം, രമേശൻ കോൺവെന്റ്, സുകുമാരൻ കൊണ്ടേന എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഡിവിഷൻ ജനറൽ സെക്രട്ടറി റനീഷ് ബാബു മൂലപ്പള്ളി സ്വാഗതവും ട്രഷറർ മാമുനി ശശി നന്ദിയും പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മണ്ഡലം MLAക്കും മറ്റ് അധികൃതർക്കും നൽകാനായി പ്രത്യേക നിവേദനങ്ങളും തയ്യാറാക്കി ഓഫീസിൽ സമർപ്പിച്ച ശേഷമാണ് തൊഴിലാളികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.